ലൈഫിൽ ഈ പട്ടിപ്പണിക്ക് പോകലും കുക്കിങ്ങും ഉറക്കം അല്ലാണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങണത്. പക്ഷേ എന്നെക്കൊണ്ട് പറ്റിയ പരിപാടി ഇല്ലയെന്നാണ് എനിക്ക് എപ്പോഴും ഇത് തോന്നുന്നത്. കാരണം എനിക്കിത് റെക്കോർഡ് ചെയ്യാനുള്ളൊരു കഴിവൊന്നുമില്ല. എനിക്കാണെങ്കിൽ കറക്റ്റായിട്ട് സെൻറ്റൻസും വരാറില്ല. വീഡിയോ എഡിറ്റ് ചെയ്യാനും വലിയ വശമൊന്നുമില്ല. എല്ലാവരും പ്രാക്ടീസ് ചെയ്തൊക്കെയാണ് ഇത് പെർഫെക്റ്റ് ആക്കുന്നത്. പക്ഷേ അത് ചെയ്യാനുള്ളൊരു സമയമില്ല. പിന്നെ എനിക്കാണെങ്കിൽ ഭയങ്കര മടിയാണ് ഇതൊക്കെ കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഈ യൂട്യൂബ് ചാനൽ എത്ര കാലമൊക്കെ പോകുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചു ഓക്കെ, ഉള്ള വീഡിയോസൊക്കെ എടുത്തിടാം. ബിക്കോസ് കുറേ കാലം കഴിയുമ്പോൾ ഞാൻ 3-4 വീഡിയോ എങ്കിലും ചെയ്തു. അന്ന് ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചതെന്ന് എനിക്കെങ്കിലും ഓർക്കാമല്ലോ. അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാനിപ്പം എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത്. സമ്മർ തുടങ്ങിയപ്പോൾ തൊട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യുമായിരുന്നു എവിടെയെങ്കിലും പോകണമെന്ന്. കുറേ സ്പോട്ടുകൾ വിചാരിച്ചെങ്കിലും അവസാനം നമ്മൾ ഓക്കെ വിചാരിച്ചത് നയാഗ്രയ്ക്ക് പോകാമെന്ന്. കാരണം കുറേ കൂടെ അടുത്തുള്ള സ്ഥലമാണ്. യാത്ര ചെയ്ത് അങ്ങനെ നമ്മൾ മടുപ്പാവില്ല. എന്നാൽ അവിടെ ചെന്ന് എക്സ്പ്ലോർ ചെയ്യാൻ അത്യാവശ്യം കാര്യങ്ങളുമുണ്ട്. രാവിലെ ഇവിടുന്ന് പുറപ്പെട്ടെങ്കിലും ഞങ്ങൾ ആടിപ്പാടി അവിടെ എത്തിയപ്പോഴത്തേനും വൈകുന്നേരമായി. വിശന്ന് പറഞ്ഞ് ഞങ്ങൾ ആദ്യം പോയത് ഒരു മലയാളി റെസ്റ്റോറൻറ്റിലേക്കാണ്. നമ്മൾ കാനഡയിലാണെങ്കിലും എവിടെ ചെന്നാലും നമ്മൾ മലയാളി റെസ്റ്റോറൻ്റാണ് നോക്കുക. $30 താഴെ ഒരു ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഏറ്റവും അടിപൊളി ഒരു ബൊഫേ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. നമ്മൾക്ക് ഫ്രൈഡ് റൈസ്, ബിരിയാണി തൊട്ടിട്ട് നമ്മുടെ പച്ചടി, കിച്ചടി, സദ്യ പോലത്തെ എല്ലാ സംഭവങ്ങളും അടങ്ങിയ പായസം, 2 കൂട്ടം പായസമൊക്കെ ഉള്ള ഒരു അടിപൊളി റെസ്റ്റോറൻ്റ് ആയിരുന്നു. ശരിക്കും നമ്മൾ ഭയങ്കര വിശന്ന് ചെന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഭയങ്കര അടിപൊളി കസ്റ്റമർ സർവീസും ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് നയാഗ്ര ഫോൾസ് എക്സ്പീരിയൻസ് ചെയ്യാനായിരുന്നു. ഞങ്ങൾ ഇത്രയും കാലം നയാഗ്രയിൽ പോയിട്ടുണ്ടെങ്കിലും അവിടെ പോയി ചുമ്മാ വെള്ളച്ചാട്ടം കാണും, അതിൻ്റെ ഭംഗി ആസ്വദിക്കും, കുറേ നേരം നോക്കി നിൽക്കും, തിരിച്ചു വരും, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് ഞങ്ങൾ വെള്ളച്ചാട്ടത്തിലൂടെ ആ ബോട്ടിംഗ് ഒക്കെ ചെയ്തത്. ഒരു മനുഷ്യൻ്റെ ലൈഫിൽ നമ്മൾക്ക് ഓക്കെ ഇത് ഒരു വട്ടമെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് ചെയ്തു കഴിഞ്ഞപ്പോൾ തോന്നിയൊരു സംഭവമാണ് ഈ നയാഗ്ര ബോട്ട് എക്സ്പീരിയൻസ്. കാരണം നമ്മുടെ മേത്തേക്ക് വെള്ളമൊക്കെ അടിക്കുമ്പം ലൈക്ക് നമ്മളൊരു ലോകാത്ഭുതം അത്രയും അടുത്ത് കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഭയങ്കരമായൊരു ഹാപ്പിനെസ് ഉണ്ട്. അത് എക്സ്പീരിയൻസ് ചെയ്താൽ തന്നെ കിട്ടത്തുള്ളൂ. ഇത്രയും കാലം ഇവിടെ വന്നിട്ട് ഞാനത് പോയില്ലല്ലോ എന്നുള്ളൊരു റിഗ്രറ്റാണ് എനിക്കത് കഴിഞ്ഞപ്പോൾ തോന്നിയത്. പിന്നെ നമ്മൾ ഓടിച്ച് ചെയ്തതാണ് കാർ റേസിങ്ങും പിന്നെ ജയൻറ്റ് വീൽ എക്സ്പീരിയൻസും. കാർ റേസിങ് എൻ്റെ ജീവിതകാലത്ത് ഇത്രയും കാലം ഞാൻ കാറൊന്നും ഓടിക്കാത്തതുകൊണ്ടൊക്കെ എനിക്കൊരു സ്റ്റിയറിംഗ് പിടിക്കാനുള്ള കപ്പാസിറ്റി ഒക്കെ ഉണ്ടെന്ന് എനിക്ക് ആദ്യമായിട്ട് മനസ്സിലായതായിരുന്നു കാർ റേസിങ്ങിൻ്റെ സംഭവം. പിന്നെ ജയൻറ്റ് വീൽ എക്സ്പീരിയൻസ് ആണെങ്കിലും അടിപൊളിയായിരുന്നു. കാരണം നയാഗ്ര മൊത്തത്തിൽ നമുക്കൊന്ന് പെട്ടെന്നൊന്ന് ഒരു ഏരിയൽ വ്യൂവിൽ രാത്രിയെ ലൈറ്റിൻ്റെ ഒക്കെ ഭംഗിയിൽ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റി. പക്ഷേ നയാഗ്ര ഫോൾസ് നമുക്ക് അധികം ക്ലിയർ ആയില്ല. കാരണം എനിക്ക് തോന്നുന്നു രാവിലെ ആയിരിക്കും അത് അടിപൊളിയായിട്ട് കാണാൻ പറ്റുമെന്ന്. ഇത്രയൊക്കെ ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ രാത്രി 2 മണി. പിന്നെ പിറ്റേ ദിവസം എല്ലാവർക്കും ഷിഫ്റ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് അധികം നേരം പിന്നെ അങ്ങോട്ട് നിൽക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ നയാഗ്രയോടൊക്കെ ബൈ പറഞ്ഞ് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഒരു നയാഗ്ര ട്രിപ്പ്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യേണ്ട.